ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണ സംഘത്തിന് വിലങ്ങ് വെച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്ന് ബിജെപി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. പത്ത് വർഷത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാണിച്ചാണ് LDF തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് RJD നേതാവ് MV ശ്രേയാംസ് കുമാർ. ജനാനുകൂല മദ്യനയം പ്രഖ്യാപിക്കാൻ രാഷ്ട്രീയ മുന്നണികൾ സന്നദ്ധമാകണമെന്ന് കേരള മദ്യനിരോധന സമിതി സംസ്ഥാന അധ്യക്ഷൻ ഇയ്യച്ചേരി കുഞ്ഞികൃഷ്ണൻ. തൃക്കാർത്തിക ദിനത്തിൽ ദീപപ്രഭയിൽ മുങ്ങി ക്ഷേത്രാങ്കണങ്ങൾ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണ സംഘത്തിന് വിലങ്ങ് വെച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. സത്യം പുറത്തുവരാൻ മുഖ്യമന്ത്രി പിണറായി വിജയനോ സർക്കാരോ ആഗ്രഹിക്കുന്നില്ലെന്നും അതാണ് ED അന്വേഷണം നിരുത്സാഹപ്പെടുത്തുന്നതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച തദ്ദേശം 2025 എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സുരേന്ദ്രൻ. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കർശനമായിട്ടുള്ള നിർദ്ദേശം ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനുണ്ട്. SIT രൂപീകരിക്കുന്നതിലും അന്വേഷണ വിവരങ്ങൾ യഥാസമയം ബോധ്യപ്പെടുത്തുന്നതിലും ഹൈക്കോടതി കൃത്യമായിട്ടുള്ള നിർദ്ദേശം ഈ സർക്കാരിന് നൽകിയതാണ്. എന്നാൽ പത്മകുമാറിൻ്റെ അറസ്റ്റോടുകൂടി ഈ കേസ് അന്വേഷണം ഏതാണ്ട് അവസാനിപ്പിക്കുന്ന നിലയിലേക്കാണ് സർക്കാർ പോകുന്നത്. സുപ്രധാനമായ പദവികൾ വഹിച്ച 2 CPMന്റെ നേതാക്കന്മാരാണ് സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതികളായി അകത്ത് കിടക്കുന്നത്. പത്മകുമാറിനാവട്ടെ പുതിയൊരു കേസ് കൂടി ഇപ്പോൾ ഈ അന്വേഷണ സംഘം കൊടുത്തിരിക്കുകയാണ്. ദ്വാരപാലക ശില്പത്തിൻ്റെ കേസ് കൂടി ഇപ്പോൾ പത്മകുമാറിനെ പേരിൽ ചാർത്തിയിരിക്കുകയാണ്. പത്മകുമാറിൻ്റെതടക്കമുള്ള മൊഴികൾ, അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴികളുടെ മുഴുവൻ വിശദാംശങ്ങളും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്ന് ഈ സർക്കാർ മറച്ചുവെക്കുകയാണ് അന്വേഷണ സംഘം. ഈ കേസ് അന്വേഷണം ആരംഭിച്ച സമയത്ത് അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി മുതൽ പത്മകുമാർ വരെ നൽകിയ മൊഴികളിൽ വളരെ വ്യക്തമായി ഇതിലെ രാഷ്ട്രീയ ബന്ധം മന്ത്രിമാരുടെ അടുത്തേക്കും ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ അടുത്തേക്കും അന്വേഷണം പോകുന്ന രീതിയിലുള്ള മൊഴികളാണ് എല്ലാ പ്രതികളിൽ നിന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. അന്വേഷണ സംഘത്തിന് വിലങ്ങ് വച്ചിരിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ. കാരണം ഇത് ഒരു പത്മകുമാറോ വാസുവോ അല്ലെങ്കിൽ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയോ അല്ലെങ്കിൽ ഒരു മുരാരി ബാബുവോ മാത്രം ചേർന്ന് നടത്തിയ ഒരു കൊള്ളയല്ല. വ്യക്തമായ ആസൂത്രണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന ഒരു കൊള്ളയാണിത്. അതിൽ മുൻ മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനും പിന്നീട് ദേവസ്വം മന്ത്രിയായിട്ടുള്ള വാസവൻ അടക്കം ഇതിൻ്റെ വിശദാംശങ്ങൾ മുഴുവൻ അറിയാം എന്ന് എല്ലാ പ്രതികളും മൊഴി നൽകിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 10 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാണിച്ചാണ് LDF തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് RJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാർ. കോഴിക്കോട് പ്രസ് ക്ലബിൽ മീറ്റ് ദ ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാരിൽ നിന്നും അർഹമായ പണം പോലും ലഭിക്കാതെയാണ് കേരളം ഇത്രയും വലിയ നേട്ടമുണ്ടാക്കിയതെന്നും MV ശ്രേയാംസ് കുമാർ കോഴിക്കോട് പ്രസ് ക്ലബിൽ നടന്ന പരിപാടിയിൽ പറഞ്ഞു. പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടേണ്ട 10,000 കോടി രൂപ ലഭിക്കാതെ, അതുപോലെ തന്നെ ഇപ്പം സർവശിക്ഷാ അഭിയാൻ്റെ 1,200 കോടി ലഭിച്ചിട്ടില്ല. അങ്ങനെ നിരവധി മേഖലകൾ കിഫ്ബിയുടെ കടമെടുപ്പ് കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ കൊണ്ടുവന്നു. അങ്ങനെയെല്ലാം സാമ്പത്തികമായ ഞെരുക്കത്തിലാക്കിയിട്ടും മുമ്പെങ്ങും കൈവരാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ്, ക്ഷേമ പ്രവർത്തനങ്ങൾ കേരളത്തിൽ
ഇവിടെ നടന്നിട്ടുള്ളത്. കിഫ്ബിയിലൂടെ പണം ചെലവഴിച്ച് പൊതുമേഖലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകർന്നു. PSC നിയമനങ്ങൾ ഏറ്റവും കൂടുതൽ നടന്നതും ലോഡ് ഷെഡിംഗ് ഉൾപ്പെടെ നിർത്തലാക്കിയതും ഇടത് സർക്കാരിന്റെ നേട്ടങ്ങളാണ്. കുടിശ്ശികയില്ലാതെ ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കിയതും മാലിന്യ സംസ്കരണം ഉൾപ്പെടെ നല്ല രീതിയിൽ നടപ്പാക്കിയതും ജനം ചർച്ച ചെയ്യും. PM ശ്രീ പദ്ധതിയിലാകില്ല, മറ്റ് കേന്ദ്ര ഫണ്ടുകൾ ലഭിക്കാൻ വേണ്ടിയാകും ജോൺ ബ്രിട്ടാസ് MP ഇടപെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിവാദം പോലുള്ളവയല്ല കേരളം ചർച്ച ചെയ്യേണ്ട പ്രധാന വിഷയം. വിവാദമല്ല, സർക്കാരിന്റെ വികസനമാണ് ചർച്ച ചെയ്യേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിവാദങ്ങൾക്കല്ല, മറിച്ച് പ്രവർത്തന മികവിന്റെ പേരിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. JDASന്റെ നിലപാടാണ് ലയനത്തിന് തടസ്സമായതെന്നും ശ്രേയാംസ് കുമാർ പറഞ്ഞു. പരിപാടിയിൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് DP മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PK സജിത്തും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജനാനുകൂല മദ്യനയം പ്രഖ്യാപിക്കാൻ രാഷ്ട്രീയ മുന്നണികൾ സന്നദ്ധമാകണമെന്ന് കേരള മദ്യനിരോധന സമിതി സംസ്ഥാന അധ്യക്ഷൻ ഇയ്യച്ചേരി കുഞ്ഞികൃഷ്ണൻ മദ്യനിരോധന സമിതിയുടെ ജാഥയ്ക്ക് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അനുകൂല മദ്യനയം പ്രഖ്യാപിക്കാൻ രാഷ്ട്രീയ മുന്നണികൾ സന്നദ്ധമാകണമെന്ന് കേരള മദ്യനിരോധന സമിതി സംസ്ഥാന അധ്യക്ഷൻ ഇയ്യച്ചേരി കുഞ്ഞികൃഷ്ണൻ വടകരയിൽ ആവശ്യപ്പെട്ടു. നാടെങ്ങും ബാർ തുറന്ന് കുടുംബം തകർത്ത LDFന് വോട്ടില്ല എന്ന മുദ്രാവാക്യവുമായി സഞ്ചരിക്കുന്ന മദ്യനിരോധന സമിതി കോഴിക്കോട് ജില്ലാ ജാഥയ്ക്ക് താലൂക്ക് സമിതി നൽകിയ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നാടിന് ഒരുപാട് ഗുണം രാഷ്ട്രീയക്കാരാണ് ഈ ഗുണമൊക്കെ ഉണ്ടാക്കിയത്. ഈ ബസ് സ്റ്റാൻഡ് ഇങ്ങനെയാക്കിയ രാഷ്ട്രീയക്കാരല്ലേ, ഈ റോഡ് ഇങ്ങനെയാക്കിയ രാഷ്ട്രീയക്കാരല്ലേ, നമ്മുടെ ഗതാഗത സൗകര്യം പാർട്ടികളല്ലേ, നമ്മുടെ വിദ്യാഭ്യാസ സൗകര്യം പാർട്ടികളല്ലേ, നമ്മുടെ ചികിത്സാ സൗകര്യം പാർട്ടികളല്ലേ, ഇതൊക്കെ പാർട്ടികളാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ പാർട്ടികളൊക്കെ നാട് നന്നാക്കാൻ ശ്രമിക്കും തോറും നാടിനെ തകർക്കാൻ ഇവർ കൂട്ടുനിൽക്കുന്നു മദ്യവ്യാപാരത്തിലൂടെ. താലൂക്ക് പ്രസിഡന്റ് ഖാലിദ് മൂസ നദ്വി അധ്യക്ഷത വഹിച്ചു. ജാഥയ്ക്ക് ഓർക്കട്ടേരി, കല്ലാച്ചി, കക്കട്ടിൽ, കുറ്റ്യാടി എന്നിവിടങ്ങളിൽ സ്വീകരണം ലഭിച്ചു. സംസ്ഥാന കോർഡിനേറ്റർ പ്രൊഫസർ TM രവീന്ദ്രൻ, പ്രൊഫസർ OJ ചിന്നമ്മ, ഇയ്യച്ചേരി പത്മിനി, അഡ്വക്കേറ്റ് VK ശ്രീധരൻ, രഞ്ജിത്ത് പുറന്തങ്കര, VK സുബൈർ, ജാഥ ലീഡർ ചൈത്രം രാജീവൻ, BK കൗസല്യ, KV സരോജിനി, N അയ്യപ്പൻ എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ചായ ചായ വിളി തുടങ്ങി. ഉഷേ ചായ. ഉഷ ഇവിടെ ഇല്ല. എന്നാ നിനക്കൊരു ചായ. അച്ഛനൊരു ചായ ഉണ്ടാക്കിയപ്പോ എന്താ? റിട്ടയർഡ് CI ചായ ഉണ്ടാക്കാൻ. അതിനൊരു വഴിയുണ്ട്, വാ. മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ. ഇനി നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ ഏതൊരു പോലീസുകാരനും പറ്റും. പാലിന്റെ ഗുണമേന്മയോടെ മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ റിച്ച് ടേസ്റ്റി ചായക്ക്. അമ്മയുടെ ചായയൊക്കെ കൊള്ളാം അല്ലേ? ഉവ്വേ, ടേസ്റ്റി ചായ ഈസിയായി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കാർത്തിക ദീപപ്രഭയിൽ പെരയാട്ടിൽ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രാങ്കണം. തൃക്കാർത്തിക മഹോത്സവത്തിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ആത്മീയ പ്രഭാഷണവും ഒരുക്കി. ചെലവൂർ പാലക്കോട്ട് വയൽ പെരയാട്ടിൽ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തൃക്കാർത്തിക മഹോത്സവം ഭക്ത്യാദരപൂർവ്വം കൊണ്ടാടി. പുലർച്ചെ 4 മണിക്ക് നട തുറന്നു. ഗണപതി ഹോമവും മറ്റ് വിശേഷാൽ പൂജകളും ഉണ്ടായിരുന്നു. 11 മണിക്ക് രവി മങ്ങാട്ടിന്റെ ആത്മീയ പ്രഭാഷണത്തിന് ശേഷം ഭക്തജനങ്ങൾക്ക് അന്നപ്രസാദം നൽകി. സന്ധ്യാസമയത്തെ ദീപാരാധനയ്ക്ക് ശേഷം ഭഗവതി സേവയും നടന്നു.
ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഫറോക്ക് നഗരസഭയിൽ LDF പ്രകടന പത്രിക പുറത്തിറക്കി. സംസ്ഥാന സർക്കാരിന്റെ വിവിധങ്ങളായ പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പിലാക്കാൻ LDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. ഗിരീഷ് പറഞ്ഞു. ഫറോക്ക് നഗരസഭയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന ഡാറ്റാ ബാങ്ക് നഞ്ച പ്രശ്നത്തിന് പരിഹാരം, കാലഹരണപ്പെട്ട കമ്മ്യൂണിറ്റി ഹാളിന്റെ പുനരുദ്ധാരണം, ആധുനിക സൗകര്യങ്ങളോടെയുള്ള പൊതു ശ്മശാനം, കോട്ടപ്പാടം മാസ്റ്റർ പ്ലാൻ ഭേദഗതി, അംബേദ്കർ റോഡ് പ്രശ്നപരിഹാരം, നഗരസഭയിലെ വിവിധ റോഡുകളുടെ പരിപാലനം, ബസ് സ്റ്റാൻഡിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി വിപുലീകരണം, നൈറ്റ് ഷെൽട്ടർ പദ്ധതി, ഫറോക്ക് ടൗണിലും അങ്ങാടികളിലും വാട്ടർ ATM സ്ഥാപിക്കൽ, നഗരസഭയിലെ മുഴുവൻ വീടുകൾക്കും വാട്ടർ കണക്ഷൻ, നല്ലൂർ സ്റ്റേഡിയത്തിൽ സ്പോർട്സ് കോംപ്ലക്സ്, പേട്ട കാരാട്ടിപ്പാടം ഗ്രൗണ്ടുകളുടെ നവീകരണം, ഓരോ വാർഡിലും പകൽ വീട് സംവിധാനം, യുവ സംരംഭകരെയും പരമ്പരാഗത വ്യവസായങ്ങളെയും സംരക്ഷിക്കൽ, ഉത്തരവാദിത്ത ടൂറിസം, നൂതന സാങ്കേതിക സംവിധാനത്തിൽ അധ്യയനം നടത്താനുള്ള പദ്ധതി, ലോ മാസ്റ്റ് ഹൈ മാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കൽ, പരിപാലനം, സാമ്പത്തിക പിന്നോക്കാവസ്ഥയിലുള്ള വിദ്യാർത്ഥികൾക്ക് പഠന സഹായം, അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി കാര്യക്ഷമമായി നടപ്പിലാക്കൽ, ഭിന്നശേഷിക്കാരുടെ ആരോഗ്യ സുരക്ഷയും തൊഴിൽ പരിശീലനവും, ക്ഷീര കർഷകർക്ക് സബ്സിഡി നിരക്കിൽ കാലിത്തീറ്റ ലഭ്യമാക്കൽ തുടങ്ങിയ വിവിധങ്ങളായ പദ്ധതി പ്രഖ്യാപനങ്ങളാണ് പ്രകടന പത്രികയിലുള്ളത്. പരിപാടി CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. LDF ഫറോക്ക് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ KTA മജീദ് അധ്യക്ഷനായിരുന്നു. മുന്നണി നേതാക്കളായ വിജയകുമാർ പൂതേരി, ജലാലുദ്ദീൻ തങ്ങൾ, KB ഷാ, U. സുധർമ്മ, KT മുരളീധരൻ, M. സമീഷ് എന്നിവർ സംസാരിച്ചു. LDF ഫറോക്ക് മുനിസിപ്പൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവീനർ C. ഷിജു, K. ഷഫീഖ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഫറോക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ 51-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് KV പ്രജീഷാണ്. നിലവിൽ CMP നെടുവട്ടം ബ്രാഞ്ച് സെക്രട്ടറിയും കോഴിക്കോട് ഏരിയ കമ്മിറ്റി അംഗവുമായ പ്രജീഷ് നക്ഷത്രം അടയാളത്തിലാണ് മത്സരിക്കുന്നത്. നടുവട്ടത്തിന്റെ കാഴ്ചപ്പാടുകളും ജനങ്ങളുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കിയാണ് പ്രജീഷ് ജനങ്ങളുടെ അരികിൽ വോട്ട് ചോദിച്ചെത്തുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ടാൽ ജനങ്ങൾക്കൊപ്പം എന്നും ഉണ്ടാകുമെന്നാണ് നടുവട്ടത്തിന്റെ സ്വന്തം KV പ്രജീഷിന്റെ വാഗ്ദാനം. ജനം ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. ജനകീയ സർക്കാരുകൾ ജനപരമായ സർക്കാരുകളായി മാറുന്നു. വികസന മുരടിപ്പും ജനപക്ഷപാതവും ഇതിൽ നിന്ന് ജനം ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നു. ആ മാറ്റം എനിക്ക് അനുകൂലമാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. UDF സ്ഥാനാർത്ഥിയായി വാർഡ് പിടിച്ചെടുക്കാൻ പ്രജീഷിനെ നിയോഗിച്ച പാർട്ടിയും വാർഡിന്റെ വികസനത്തിനും ജനങ്ങളുടെ അത്യാവശ്യങ്ങൾക്കുമാണ് മുൻഗണന നൽകുന്നത്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സാ സൗകര്യം, നാട്ടിലെ ജനങ്ങൾക്ക് തൊഴിൽ നൽകുന്ന സഹകരണ സ്ഥാപനം, വാർഡിൽ ജനങ്ങളെ സംഘടിപ്പിച്ച് സഹകരണ ഡയാലിസിസ് കേന്ദ്രം എന്നിവ KV പ്രജീഷ് തെരഞ്ഞെടുക്കപ്പെട്ടാൽ നടപ്പിലാക്കുമെന്ന് CMP ജില്ലാ സെക്രട്ടറി ബാലഗംഗാധരൻ പറഞ്ഞു. പിന്നെ പ്രധാനമായി ബേപ്പൂർ ഹെൽത്ത് സെന്റർ, ആ ഹെൽത്ത് സെന്ററിൽ ചെന്നാൽ കാണാം 8:30 മണിക്ക് രോഗികൾ തിങ്ങിക്കൂടാൻ. കഴിഞ്ഞ കാലത്തൊക്കെ പഞ്ചായത്ത് ഉണ്ടാകുമ്പോൾ കോർപ്പറേഷൻ ഉണ്ടാകുമ്പോൾ തന്നെ കിടപ്പ് രോഗികൾക്ക് ചികിത്സിക്കാൻ പറ്റുന്ന സ്ഥാപനമാക്കിയത് മാറ്റുമെന്നാണ് പറയുന്നത്. ജനസംഖ്യാനുപാതികമായി നോക്കുമ്പോൾ കൂടുതൽ ജനസംഖ്യയുടെ ഈ പ്രദേശത്ത് ഒരു കിടത്തി ചികിത്സിക്കാവുന്ന ഒരു കേന്ദ്രം ആവശ്യമാണ് എന്ന് ഇവിടുത്തെ നാട്ടുകാരുടെ പൊതു ആവശ്യം ഇതുവരെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഞങ്ങളുടെ കൗൺസിലർ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ആദ്യം മുൻഗണന കൊടുത്തിരുന്ന കാര്യം ആ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് ഒരു കിടത്തി ചികിത്സിക്കുന്ന ഒരു ആശുപത്രിയാക്കി മാറ്റാനുള്ള ശ്രമം ഞങ്ങൾ നടത്തുന്നു. രണ്ടാമത് ഇവിടെ തൊഴിൽ മേഖലകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഒരു കാർഷിക മേഖലയിൽ നിന്ന് 51-ാം വാർഡ്, പക്ഷേ ആ കാർഷിക മേഖലയിലൊക്കെ പോയി. പക്ഷെ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും നമ്മൾ കൗൺസിലറുടെയും ആ വാർഡിൻ്റെ ഒക്കെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ കാണുന്നത് തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുന്നു. എത്രയൊക്കെ തൊഴിൽ കിട്ടി എന്നുള്ളതിൻ്റെ കണക്കുകൾ നമ്മുടെ കയ്യിലില്ല. പക്ഷേ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഉറപ്പിച്ച് പറയുന്നു, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് 100 ആളുകൾക്ക് പങ്കാളിത്തമുള്ള ഒരു സഹകരണ മേഖലയിലെ സ്ഥാപനം ഞങ്ങളവിടെ കൊണ്ടുവരുമെന്ന് ഞങ്ങൾ ഉറപ്പ് തരികയാണ്. മീഞ്ചന്ത ഗവൺമെന്റ് ബോയ്സ് HS ആർട്സ് കോളേജ് എന്നിവിടങ്ങളിൽ നിന്നും വിദ്യാഭ്യാസ യോഗ്യത നേടിയ KV പ്രജീഷ് പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലെത്തി പൊതുപ്രവർത്തനത്തിൽ സജീവമായി. നടുവട്ടം സമന്വയ സാംസ്കാരിക സമിതിയുടെ മുൻ സെക്രട്ടറിയായും പ്രവർത്തിച്ചു. നടുവട്ടത്തെ കലാ സാംസ്കാരിക വേദികളിലും KV പ്രജീഷ് സജീവ സാന്നിധ്യമാണ്. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ.
വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. തൃക്കാർത്തിക ദിനത്തിൽ ദീപക്കാഴ്ചയൊരുക്കി തളി ശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം. ആദ്യ ദീപം ക്ഷേത്രം മുഖ്യ പുരോഹിതൻ ബാലസുബ്രഹ്മണ്യ ശർമ്മ തെളിയിച്ചു. തളി ശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തൃക്കാർത്തിക ദിവസത്തിൽ തൃക്കാർത്തിക ദീപകാഴ്ച ഒരുക്കി. സന്ധ്യാനേരത്ത് ക്ഷേത്രത്തിൽ കാർത്തിക ദീപം തെളിയിച്ചു. ക്ഷേത്ര പുരോഹിതൻ ബ്രഹ്മശ്രീ ബാലസുബ്രഹ്മണ്യ ശർമ്മ ആദ്യ കാർത്തിക ദീപം തെളിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. SIR പ്രചരണ പ്രവർത്തനങ്ങളുടെ സമാപനം കുറിച്ചുകൊണ്ട് കോഴിക്കോട് കടപ്പുറത്ത് മെഗാ കൈറ്റ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി 1000-ലധികം NSS വളണ്ടിയർമാർ ഫെസ്റ്റിവലിൽ പങ്കെടുത്തു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ പ്രചരണാർത്ഥം കോഴിക്കോട് ബീച്ചിൽ മെഗാ കൈറ്റ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. ബീച്ച് മെയിൻ സ്റ്റേജിന് സമീപത്ത് ജില്ലാ തിരഞ്ഞെടുപ്പ് വിഭാഗം, ജില്ലാ സ്വീപ് സെൽ, ജില്ലാ ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാഷണൽ സർവീസ് സ്കീം, വൺ ഇന്ത്യ കൈറ്റ് ടീം തുടങ്ങിയവരുടെ ആഭിമുഖ്യത്തിലാണ് ഫെസ്റ്റിവൽ നടത്തിയത്. ജില്ലയിലെ വിവിധ കോളേജുകളിൽ നിന്നുള്ള 1000 വിദ്യാർത്ഥികൾ മെഗാ കൈറ്റ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി. പരിപാടിക്ക് മുന്നോടിയായി സരോവരം ബയോ പാർക്കിൽ തിരഞ്ഞെടുത്ത 15 കോളേജുകളിലെ 300ഓളം കോളേജ് വിദ്യാർത്ഥികൾക്കായി പട്ടം നിർമ്മാണ ശില്പശാല സംഘടിപ്പിച്ചിരുന്നു. SIR നടപടികളുടെയും ഇലക്ഷൻ പ്രചാരണങ്ങളുടെയും ഭാഗമായി വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളാണ് ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്, NSS എന്നിവയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, അസിസ്റ്റന്റ് കളക്ടറും ജില്ലാ സ്വീപ് സെൽ കോർഡിനേറ്ററുമായ മോഹനപ്രിയ, ഡെപ്യൂട്ടി കളക്ടർമാരായ C. ബിജു, ഗോപിക ഉദയൻ, ജില്ലാ ഇലക്ട്രൽ ലിറ്ററസി ക്ലബ് കോർഡിനേറ്റർ ഡോക്ടർ നിജീഷ് ആനന്ദ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജില്ലാ NSS കോർഡിനേറ്റർ രാജഗോപാൽ, ജില്ലാ കോർഡിനേറ്റർ ഫസീൽ അഹമ്മദ്, വൺ ഇന്ത്യ കൈറ്റ് ടീം സാരഥി അബ്ദുള്ള മാളിയേക്കൽ തുടങ്ങിയവർ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇൻഡോ കൊറിയൻ ഓർത്തോപീഡിക് ഫൗണ്ടേഷന്റെ 33ാമത് വാർഷിക സമ്മേളനം ആത്രക്കോൺ 2025 കോഴിക്കോട്ട് നടന്നു. സമ്മേളനം ഡോക്ടർ P. ഗോപിനാഥൻ ഉദ്ഘാടനം ചെയ്തു. അസ്ഥിരോഗ വിദഗ്ധരുടെ സംഘടനയായ ഇൻഡോ കൊറിയൻ ഓർത്തോപീഡിക് ഫൗണ്ടേഷന്റെ 33ാം വാർഷിക സമ്മേളനം ആർത്രക്രോൺ 2025 കോഴിക്കോട് നടന്നു. നടക്കാവ് GMC ഓർത്തോ ഹോസ്പിറ്റലിൽ നടന്ന സമ്മേളനം പ്രൊഫസർ ഡോക്ടർ P. ഗോപിനാഥൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ കൃഷ്ണകിരൺ ഹൈദരാബാദ്, ഡോക്ടർ അനിൽ ഉമ്മൻ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ്, ഡോക്ടർ സുഗവനം ലണ്ടൻ ഓർത്തോ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ സേലം, ഡോക്ടർ ശിവകുമാർ മധുരൈ മെഡിക്കൽ കോളേജ്, ഡോക്ടർ സന്ദീപ് വിജയൻ മണിപ്പാൽ മെഡിക്കൽ കോളേജ്, ഡോക്ടർ സൗരഭ് ഷെട്ടി, ശിവായ് പൊട്ല, ഡോക്ടർ ഗോപിനാഥൻ, ഡോക്ടർ സുബിൻ സുരേന്ദ്രൻ, ഡോക്ടർ മുഹമ്മദ് ഫാസിൽ,
ഡോക്ടർ രാജു, ഡോക്ടർ അബ്ദുൽ ഗഫൂർ എന്നിവർ പ്രഭാഷണം നടത്തി. സമ്മേളനത്തോടനുബന്ധിച്ച് സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന 3 രോഗികൾക്ക് സൗജന്യമായി ഇടുപ്പ് സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി. ഡയറക്ട് ആന്റീരിയൽ അപ്രോച്ച് എന്ന അതിനൂതന സംവിധാനം ഉപയോഗിച്ചായിരുന്നു സർജറി. ദക്ഷിണേന്ത്യയിൽ ഇത്തരത്തിലൊരു ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ക്യാമ്പ് ആദ്യമായാണ്. അസ്ഥിസന്ധികളിൽ വരുന്ന അസുഖങ്ങൾ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതിനോടൊപ്പം കടുത്ത വേദനയും ഉണ്ടാക്കാം. പരമ്പരാഗത ചികിത്സാ രീതിയേക്കാൾ രോഗാവസ്ഥയിൽ നിന്ന് എളുപ്പത്തിൽ മുക്തി നേടാൻ ഡയറക്ട് ആന്റീരിയൽ അപ്രോച്ച് ശസ്ത്രക്രിയ വഴി സാധിക്കുമെന്ന് ഡോക്ടർ ഗോപിനാഥൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണ സംഘത്തിന് വിലങ്ങ് വെച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. പത്ത് വർഷത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാണിച്ചാണ് LDF തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് RJD നേതാവ് MV ശ്രേയംസ് കുമാർ. ജനാനുകൂല മദ്യനയം പ്രഖ്യാപിക്കാൻ രാഷ്ട്രീയ മുന്നണികൾ സന്നദ്ധമാകണമെന്ന് കേരള മദ്യനിരോധന സമിതി സംസ്ഥാന അധ്യക്ഷൻ ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ. തൃക്കാർത്തിക ദിനത്തിൽ ദീപപ്രഭയിൽ മുങ്ങി ക്ഷേത്രാങ്കണങ്ങൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.